ഗായ്സ് നമ്മൾ റൂം എടുത്ത് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഫുഡ് സി അല്ല ആണ് ആണ് സീറോ കഫേയിലാണ് നമ്മൾ പറയുന്നത്. നമ്മള് സീ കടൽ റോക്ക് കടൽപ്പാറ കഫേയിലാണ്. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു സീറോക്ക് തന്നെയാണ്. നമുക്ക് ഇറങ്ങുമ്പോ കാണാം. ഓക്കെ നെറ്റിലൊന്നും ഇല്ലാന്ന് തോന്നി ഇല്ല. നമ്മളിവിടെ റൂം എടുത്ത് കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്തു. ബീച്ച് വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുളിക്കാൻ പോകും ബീച്ചിൽ. എനിക്ക് നീന്താൻ അറിയൂലേ? എനിക്കറിയൂല കേട്ടോ. സൈഡിൽ നിന്ന് നോക്കി പിന്നെ ഞാൻ എന്റെ കാലം പിടിച്ച് അല്ല, ഞാൻ രണ്ടാളാടെ കണ്ടിക്കുന്നത്. അതിന്റെ ടോപ്പിലല്ല, അതിന്റെ ആ ഒരു വര കണ്ടോ, ഒരു ലൈൻ പോലെ അങ്ങോട്ടുള്ള വഴി കണ്ടോ? അല്ലടാ, അതിന്റെ ഒരു പകുതിക്കല്ല രണ്ടാളെ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു നമ്മൾ അങ്ങോട്ട് കയറാന്ന്. ഞാൻ എന്നിട്ട് ചോദിച്ചില്ലേ? അത് അപ്പോഴും അവിടെ ഒരു പാറമൽ രണ്ടാളുണ്ട്. അപ്പൊ അങ്ങോട്ട് കയറാൻ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ വാട്ടർ ജ്യൂസും അതോടെ ഇതിനെ ഫാനായതിനെ കൊണ്ട് 31 ദിവസം പോലെ തന്നെ. പിന്നെ നമ്മൾ ലെമൺ മധുരം നാരങ്ങ വെള്ളം. ഈ ചൂടുള്ള സമയത്ത് മധുരമുള്ള നാരങ്ങ സോഡേ. അതല്ല എന്നോട് ചോദിച്ചതിന് ഒരു മധുരം ഇട്ടണോന്ന്. ഞാൻ ഇനി വലിയ ആളായില്ലേ നമ്മളെ ലൈം ജ്യൂസ് ഇല്ലേ, അതാന്ന് വിചാരിച്ച്. ലെമൺ സോഡ ആണല്ലോ ജ്യൂസ്. ഇപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഇപ്പോഴിപ്പോൾ ജ്യൂസ് തീർന്നു. അത്രയും സമയം ഞങ്ങൾ കാത്തുക്കാൻ തുടങ്ങി. നമുക്ക് കഴിക്കാം, എന്നിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം ഗൈസ്. ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ഞാൻ വൈറ്റ് കളറേയും പ്രതീക്ഷിച്ച്. ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ബീച്ചിൽ പോയി കുളിച്ച് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ബീച്ച് പോയപ്പോൾ ഞങ്ങൾ ഫോൺ റൂമിൽ കൊണ്ടുവച്ചേ. ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് വെള്ളത്തിൽ കാണിച്ച്, അതിനോണ്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി കുറച്ച് കിടന്ന് ഇപ്പൊ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് ഗായ്സ്. അതെ, ആദ്യം പെട്രോൾ അടിക്കാൻ പോണോ? നമ്മള് നല്ല ഫുഡ് കിട്ടിയാ മതിയായിന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ ഒരു ചിക്കൻ നൂഡിൽസ് മാത്രമേ കഴിച്ചു. വിശപ്പൊന്നുമില്ല കേട്ടോ. ഇല്ല, നോമ്പ് മാറ്റി ശീലമായതുകൊണ്ട് വിശപ്പില്ല. അപ്പൊ നമുക്ക് റെസ്റ്റോറന്റ് തപ്പി നടക്കാം. അതൊരു കുഗ്രാമാണ്. നമ്മൾ പോണ വഴിക്ക് ഒരു ലൈറ്റും ആയി ഒന്നുമില്ല. ഒരു ഇരുട്ടായ ഫോറസ്റ്റ് കാടിലൂടെയാണ് ഞങ്ങളുടെ പോക്ക്. ഇവിടെ വലിയ വലിയ റെസ്റ്റോറന്റിലൊക്കെ വെറും പ്യുവർ വെജ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ട്രക്കിൽ മാത്രമേ നോൺ വെജ് ഉള്ളൂ. അതാണ് ഡോഗുകൾ ചുറ്റും നിൽക്കും. അടുത്ത് ഫുള്ള് അമ്പലം, അതുകൊണ്ടാണ്. അതെ, ഇവിടെ അമ്പലത്തിന്റെ ഏരിയ വേണ്ടി നോൺ വെജ് ഉണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ പെപ്പർ ചിക്കൻ. എന്താ പാട്? ടേസ്റ്റ് ഉണ്ടോ? ചിക്കനെ ചോദിച്ചു ചൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ട്രെക്കിങ്ങിന് പോകാട്ടോ. ഒരാൾ 6 മണിക്ക് എണീച്ച് ട്രെക്കിങ്ങിന് പോകണം പറഞ്ഞ അലാറം വെച്ച് കിടന്നിട്ട് എണീക്കുന്ന എത്ര മണിക്ക് അത് ഞാൻ അറിഞ്ഞതിനെ കൊണ്ട്
ഇനിയൊന്ന് ശ്വാസം വിട്ട് പറയൂ, ഓൾക്ക് മനസ്സിലാവണ്ടേ. ഒന്നല്ല, ഞങ്ങൾ രാവിലെ 6 മണിക്ക് എണീറ്റ് ട്രക്കിങ്ങിന് പോകാമെന്ന് കരുതിയതായിരുന്നു. അലാറൊക്കെ വെച്ച് എൻ്റെ ഫോണിൽ 3 വട്ടം വെച്ച് 6:1, 6:2, 6:3. എൻ്റെ ഫോണിൽ അങ്ങനെ വെച്ചിരുന്നോ? പിന്നെ ഞാൻ 6 മണിക്ക് അലാറം തന്നെ, പിന്നെ ഞാൻ ഓഫാക്കി കിടന്ന്. പിന്നെ 7 പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പോൾ ഓക്കെ 7 പറഞ്ഞു. പക്ഷെ ഞാൻ 7:45 ഇപ്പം മാറ്റി കഴിഞ്ഞ്. ഇപ്പം ഞങ്ങളുടെ 8 മണിയായി ഇറങ്ങാൻ. ഒന്നിട്ട് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ആവട്ടെ. ഇപ്പം ഈ ബീച്ചുകൾ നടക്കാനാവൂല. ഇത് സംഭവം ആകെ ഒരു 1/2 മീറ്ററേ ഉണ്ടാവും, 1/2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അത് നടന്ന് കഴിയണമെങ്കിൽ നല്ല ടൈം തന്നെ. എന്തെങ്കിലും ആവട്ടെ, കൊള്ളാം. പിന്നെയും പോയി മാറ്റി പിന്നെ ആട്ട് പോകണ്ടേ. ഞാൻ അവിടെ സാധനം കണ്ട്. മീ ഇങ്ങോട്ട് നോക്കതാ. പോവാടുന്ന് ആരോ എടുത്തോട്ടെ. ഒന്നേ ഉള്ളു. അതെ, ആ ഷോപ്പ് കൊടുക്കണോ? ഇതന്നെ നമ്മളെടുത്താൽ നമ്മൾ ഉത്തരവാദിത്തം എവിടെയും ഏൽപ്പിക്കാൻ. നമുക്ക് എടുക്കാണ്ട് പോവാം. നമ്മൾ നടന്ന് ഇത് മോളെത്താനായി. ചായ കുടിക്കണം ഇനി. നമ്മളിന്ന് അങ്ങോട്ടാ പോകുന്നേ പറയും. യാന കേസ് കാണാൻ പോവാണേ. 50 കിലോമീറ്റർ ഉണ്ടാവും, ഏകദേശം 1.5 മണിക്കൂർ യാത്ര. ഓ, അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ബാഗ് എടുത്ത് ചെക്കൗട്ട് ചെയ്യണം, ബൈക്ക് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷേ ഇതിനൊക്കെ ഞങ്ങളതിലുള്ള ആകെ 4 മണിക്കൂറാണ്. 4 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇതെല്ലാം ഞങ്ങൾ ചെയ്യണം. 3 മണിക്കൂർ ട്രാവലിംഗ് തന്നെ ഉണ്ട്. പിന്നെ ആകെ 1 മണിക്കൂറാണ് ഫുഡ് കഴിക്കാനും അവിടെ എക്സ്പ്ലോർ ചെയ്യാനും. അത് അങ്ങോട്ട് കൊട്ടായാലൊന്നും കുഴപ്പമില്ല. എന്താ വെച്ചാൽ റൂം ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം 12 മണി, ബൈക്ക് റിട്ടേൺ കൊടുക്കുന്ന ടൈം 1 മണി ആണേ. ഞാൻ റിട്ടേൺ കൊടുക്കുന്ന സമയം 11 മണിയാണെന്നാ വിചാരിച്ച്. റൂമോ? ബൈക്ക് ബൈക്ക് റൂം അല്ല, ആ സമയം ആകുമ്പോഴേക്കും റൂം വെക്കേറ്റ് ചെയ്ത് പോവാന്. ഇതിൽ കുടിച്ച് ചാർജ് ആവാ. നല്ല ഉടുപ്പി വെജ് കറിയിട്ട് നല്ല മസാല ദോശയും മസാല ചായയും കുടിക്കാം. ഇനി ഇഡ്ഡലി തിന്നോ? ഇഡ്ഡലി മറ്റേ ബട്ടർ ഒഴിച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഇഡ്ഡലി. ഇനി ഉപ്പുമാവ് തിന്നോ? അല്ലെങ്കിൽ എന്താ വിമല്? അതിനുള്ളിൽ എന്താ ഉണ്ടാവുക? എന്ത്? ഷാരൂഖ് ഖാൻ പാൻ മസാലന്റെ പാചകത്തിലൊക്കെ അഭിനയിച്ചിക്ക്. അയ്യേ, ഓർക്ക് വേറൊന്നും കിട്ടില്ലേ? ഇവന് വെറും റെഡ് ഫ്ലാഗാ. ഇവനില്ല ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്നുണ്ടോ? ഓൻ്റെ കാനുള്ള ഫോണും എൻ്റെ തന്നെ. ഇങ്ങനെ വ്ളോഗ് എടുത്താറേ, അപ്പോഴെനിക്ക് മനസ്സിലായി വ്ളോഗ് എടുക്കാന്നല്ല, കനം കുറയ്ക്കുന്നത്. പിന്നെ എൻ്റെ പുറത്ത് പോയി ബാഗും ചെല്ലുന്നത്. ആ ഇല്ല, നന്നായി ഇതിട്ടൊന്നു മാത്രം അത് പിടി. ഓ, ബൈക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുകയാണല്ലോ. എന്നോട് ആളില്ല. ഇച്ചിരി ബാഗ് പിടിക്കേ. അതിനകത്ത് ഫുള്ള് കയറി കഴിഞ്ഞ് ഇവിടുന്ന് അടുക്കൂടിയേ ഉള്ളൂ. അപ്പ ഇങ്ങിട്ടോ കേട്ടോ. പിന്നെ ഒരു വലിയ കുപ്പി വെള്ളവും അതന്നെ 5 കിലോനായി.
പൂ എല്ലായിടത്തുനിന്നും സമയമല്ല പറഞ്ഞ വേഗം പോകാനാണ്. പിന്നെ എന്തിനാ പോകുന്നത്? അങ്ങനെ ചെയ്യാം. വലിയ ഫ്ലവറിൻ്റെ ഷേപ്പ് ഇമൻ തൊയ്യുന്ന വിത്തിന്. ട്രക്കിങ്ങിന് പോകുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഷൂസും ഇതും വീട്ടാ കുപ്പായോ. ഇവൻ ഇങ്ങനെ കായ് വെക്കുന്നുണ്ട്. നോക്കിയതാ, ഇതാ സിംഹവാലൻ കുരങ്ങ്. ഇതിൽ കാണില്ലതാ, കണ്ട സിംഹവാലൻ കുരങ്ങ് വാലിലെന്ത് നീളാന്ന് നോക്കി. ഇതിമത്തെ കായും തന്നിരിക്കുക. കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അടുത്തി ആവുന്നില്ല. രാവിലെ തന്നെ നടന്ന് ഞാൻ കുഴങ്ങി. ഇത് നമ്മളങ്ങോട്ടേക്ക് പോകുന്ന എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒറ്റൊരു കേൽ വണ്ടി പോലുമില്ല. ഗോവയിലൊക്കെ ആണെങ്കിൽ കുറേ കേൽ കാണാം. അങ്ങോട്ടേക്ക് കേരള ടീം അധികം എത്തരില്ല എന്ന് തോന്നുന്നു. ഇവിടെ ക്യാമറ ഉണ്ട്, ഇന്ത്യയിലും ക്യാമറ ഉണ്ട്. ഹായ്. ഇതാണ് നമ്മൾ ബൈക്ക്, റെൻ്റെടുത്ത ബൈക്ക്. ഒരു മെനയില്ലാത്ത ബൈക്ക്, തിരിക്കാനൊന്നും ആവില്ല. സൺസ്ക്രീനൊക്കെ ഇപ്പം തന്നെ വയർത്തൊലിച്ച് പോയി. ഇതാണ് പച്ചാളം പാസി. പിടികിട്ട പുള്ളികളുടെ രണ്ടായി. നമുക്ക് പോവാം ഗായ്സ്. സൂര്യനെ ഉദിച്ച് നമ്മളെ തല വളർത്തി ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാണ്. ഗായ്സ്, നമുക്ക് 1.5 മണിക്കൂർ ഓടാണ്ട്. ഈ കാട്ടിനുള്ളിൽ കൂടി പോകുമ്പോൾ എന്തൊരു തണുപ്പാന്നറിയോ, നല്ല സുഖമുണ്ട്. ഇപ്പൊ വെയിലിന്റെ ചൂടില്ലാത്തോണ്ട് നല്ല തണുപ്പ്. അതിനിപ്പോ വെയില് വരുമ്പോഴായിരിക്കും നല്ല കോമഡി ആവുക. സൺസ്ക്രീൻ ഒക്കെ ഇപ്പൊ തന്നെ ഒലിച്ചുപോയി വയർത്തിട്ട്. വ്യൂ കാണില്ല, ഫ്രണ്ടില് ചെടിയായി. ഇതിനൊക്കെ അപ്പുറം വലിയ കായൽ പോലെ. ഇവിടൊക്കെ ഓരോരോ ഇതൊക്കെ എന്താ കൃഷിക്കുള്ള വെള്ളം എടുത്ത് വെക്കാണോ, എന്താ സംഭവം? ഓലൊക്കെ അവിടെ നിർത്തി ചോദിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തുള്ള ചെടിയോണ്ട് കാണില്ല. ഇതാണ് ഇവിടുത്തെ, അതോ ഗുണം പോയി. ഇതാണ് ഇവിടുത്തെ പഴംവട. ഇത് ഉഴുന്നുവട. ഇത് ഒന്ന് കൈ കൊണ്ട് വെക്ക്. പോകുമ്പോ നെറ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാ? പഴംവടൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. വാഴപ്പം ഇങ്ങനെ നീളത്ത് പൊച്ചോണം. ഇനി നമ്മളെ നാട്ടിലത്തെ സെയിം ടേസ്റ്റ് തന്നെ. പക്ഷെ ഇത് രസമുണ്ട് തിന്നാൻ. ഇതാണ് പഴംവട.
ഈ പറഞ്ഞ ബനാന ഫ്രൈ എന്നല്ല ഇവര് പറഞ്ഞ്. അപ്പൊ ഞാൻ കഴിച്ച് പഴംപൊരി കഴിക്കുന്നു. ബനാന വട. എനിക്കത് ഇഷ്ടപ്പെടാ. നിങ്ങൾ പറഞ്ഞിടുമ്പോഴേക്കും ഇങ്ങനെ തുള്ളി പോയാലും ഇനി ഒരു 8 കിലോമീറ്റർ ഓടിയാലോ. ചായ ഞങ്ങൾ ചായ കുടിച്ചിറങ്ങി. ഇപ്പൊ സമയം 9:30. നല്ല തണുപ്പ്. അടിപൊളി തണുപ്പാണ്. കാട്ടുകൂടി പോവാന് രസമാണ്. നമ്മളെ ചുരമൊക്കെ കയറുന്ന ഒരു ഫീലാണ്. ബട്ട് അതിലേക്കും നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് ഇതിലും കൂടി പോവാന്. നമ്മൾ ഏകദേശം എത്താനായി. നമുക്ക് ആകെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അങ്ങനെയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്കാണ്. ഞങ്ങൾ മാത്രമേ ബൈക്കിൽ വന്നുള്ളൂ. ബാക്കി എല്ലാവരും കാറാ. ഇതാണ് എൻട്രി കവാടം. ഉള്ളിലേക്ക് എടുക്കാനുള്ള സ്ഥലം. എത്ര എൻട്രി? മൈ ഗോഷ്. നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നു. നല്ല സെറ്റപ്പ്. ഇവിടെ എന്തോ കാര്യമായിട്ട് കന്നഡയിൽ എഴുതി വെച്ചേക്കാണ്. അതെ, കച്ചറ കളിച്ചാൽ 100 റുപ്യ ഫൈൻ. കണ്ടോ പോലീസുകാരെ. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രി നീ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഇവിടെ കുരങ്ങന്മാരൊന്നുമില്ല. ഇതേതൊരു ഫാമിലിയാണ്. വേണ്ട 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 വേണ്ട. ഇതൊരു ഫാമിലിയാണ്. ഒരച്ഛൻ, ഒരമ്മ. ഇത് നമുക്ക് കൊയ്ഞ്ഞ കുത്തിരി കളസം. ഇത് ഞാൻ വായിച്ചുതരാം. ഇവിടെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. താങ്ക് യു. മീൻ നോക്കി എടുക്കും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അപ്പോൾ ഇവിടെ ഒരു പോസ്റ്ററിൽ കന്നഡയിൽ എഴുതി എന്താ വെച്ചാൽ നോക്കി നടക്കാൻ കുറച്ചുകൂടി ഭർത്താക്കന്മാരെ അനുസരിച്ച് നടക്കുന്ന ഭാര്യമാർക്ക് സ്വർഗത്തിൽ കയറാം. കണ്ടോ, കാട്ടിൽ വരെ എഴുതി വെച്ചിരിക്കണം ഇങ്ങനെയൊക്കെ. അത് കേൾക്കുന്നൊരു പട്ടിയുടെ കല്ലെറിഞ്ഞപ്പോൾ നമുക്ക് കുറേ നടക്കാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട് എന്നാ. ഞാനെന്നല്ല ഗൂഗിളിൽ കയറിയൊക്കെ വില കണ്ടു. വണ്ടി നിർത്തിയിട്ട് ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ടാകും. ട്രെക്കിങ് ഉണ്ടാകും. പക്ഷേ കുഴപ്പമില്ല. ഇതൊക്കെ രസമുള്ള പരിപാടിയാണ്. നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ദിവസം ഇല്ല, എൻ്റെ ലാസ്റ്റ് കേൾക്കുമ്പോൾ ബോറായിരിക്കും എൻ്റെ വ്ളോഗിങ്. അതുകൊണ്ടാണ് ബ്ലോഗ് ചെയ്യാത്തത്. ഈ കാട് നിറച്ച് ഫോറസ്റ്റാലേ. ഇത് സംഭവം നമുക്ക് കുഴഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ,
നമുക്ക് ടയേർഡായാലും ഇരിക്കാനുള്ള ചെയറാണ്. കൊള്ളാം. ഇത് സംഭവം മരം കൊണ്ടാണെന്ന് വിചാരിക്കും, പക്ഷെ മരം കൊണ്ട് ഉണ്ടാക്കിയല്ല, ഇത് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങണം. നല്ല രസമുള്ള പരിപാടിയാണ്. അതായത് നല്ലൊരു ഇവിടെ എന്തത് നമുക്ക് വെറുതെ ചുമ്മാ ഒന്ന് കയറി വെക്കാം. ഇതെന്തത് എന്തോ മണിക്കാണ് വല്ല സന്യാസിമാരും ഇവിടെ ആണ്. ഇതിന് അല്ല കൊത്തിരിക്കല്ലേ എന്നാ എന്തോ ഒരു സ്മെല്ല്. കൊള്ളണ്ട പരിപാടി. ഒരു പാടക്കല്ല അവിടെ കുടുങ്ങി കിടക്കുന്നു ഉള്ളിൽ നിന്നുള്ള കാഴ്ച. കൊള്ള പരിപാടി. ഇതൊന്നും അല്ല നമ്മൾ പോണ സ്ഥലം. എന്താ എനിക്കിഷ്ടമായി. പനോരമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെ ഇത് ഫോണിൽ കാണാൻ വലിയ കോണല്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടല്ലേ. രാവിലെ തന്നെ ഇത്രക്ക് നല്ല വ്യൂ ഒക്കെ കാണുക എന്ന് പറഞ്ഞിട്ടാ. ഫോണിത് കിട്ടില്ല കേട്ടോ. എന്ത് ചെത്തിയെടുക്കുന്നു? ഈ ക്ഷേത്രത്തെ ഒരു സ്വാമിയാന്ന് തോന്നുന്നു. മറ്റേ പോലെ കൊള്ളാൻ പരിപാടി. മൊത്തത്തിലുള്ളൊരു സെറ്റപ്പാണ്. ആദ്യം നമ്മൾ ഷൂ അയച്ചു വെക്കണം ഗൈസ്. ഷൂ വയ്ക്കാം. നമ്മുടെ ഷൂ നല്ലോണം സേഫായിട്ട് വെക്കാം. എടുക്കില്ല വിചാരിക്കാം. കൂടുതൽ വലിയ പണില്ലാത്ത വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ ഇതാണ്. നമുക്കിനുള്ളിൽ കയറണം. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം സുഹൃത്തുക്കളെ. മൊത്തൊരു സെറ്റപ്പ് കൊള്ളട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അമ്പലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എൻട്രി. ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമാണ് ഗൈസ്. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കേവ്സിൻ്റെ എൻട്രിയിലേക്ക് കടന്നിരിക്കുന്നു. സംഭവം അമ്പലത്തിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അത് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ. അവിടെ നിന്ന് ഒരാൾക്ക് 10 റുപ്യ എൻട്രി ഫീ. എവിടെ? അത് ഡ്രോൺ ക്യാമറ അല്ലേ, നമ്മളുടെ സാധാ ഫോൺ ക്യാമറ. പ്രശ്നമല്ല. എവിടെ എണീച്ചാ ഇങ്ങനെ കുറച്ച് കയറാണ്ടെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അല്ലേ ഞാൻ പറഞ്ഞേ.
അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും കാടാണ്. പക്ഷെ രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാൻ. കൊത്തിയെടുത്തൊന്നല്ല ഇതൊക്കെ. ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. കാരണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തേനീച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മൾ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളന്ന് കുത്തിയ അയ്യോ കൊള്ളാം. ഇതിൻ്റെ ഫുള്ള് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഇതിൻ്റെ എൻട്രി പരിപാടി. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ എന്ത് സൗണ്ടാണെന്നറിയോ? ഇങ്ങനെ എക്കോ പോലെ വരുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ക്യാമറ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഇതിപ്പോൾ ഇന്നല്ല വിടുന്നു. ഞാൻ സെൽഫി എടുക്കുന്നു. യാന കേവ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇവിടുത്തെ അമ്പലം തോന്നുന്നു. ഇനി നമുക്ക് റിട്ടേൺ പോകാം സുഹൃത്തുക്കളെ. രസമുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തത്തിലൊരു രസമുണ്ട്. വന്നോടെ സ്മെല്ലാണ് വലിച്ചു കൊണ്ടുപോകുക. ഞാൻ 1 കിലോമീറ്റർ അടുത്തുണ്ടാവും, 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. അപ്പം അത് ഒഴിവാക്കാൻ അപ്പൊ ഇത് ഞാൻ ഇത് മാത്രം എടുത്ത് മ്യൂസിക് കുത്തി കയറി കൊടുക്കുമ്പോ എന്തൊരു സ്നേഹം. കൈ പിടിച്ചേ നടത്തും. രാവിലെ ഇറങ്ങി നടക്കണം, കുറച്ച് ജിമ്മിലൊക്കെ പോകണം, ക്രിക്കറ്റ് കളിക്കണം. എൻ്റെ ഓൾറെഡി ജിം ബോഡിയാണ്. ബോഡി കാര്യമില്ല, ഡെയിലി വർക്കൗട്ട് ചെയ്തില്ല, സ്റ്റാമിന ഉണ്ടാവില്ല. നടക്കുമ്പോൾ കുറഞ്ഞു. നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് ആൾക്കാർ വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടി നേരത്തെ വല്ലേ സത്യം. ബൈ. സ്ഥലത്ത് നിന്ന് നിർത്താൻ പോകാൻ മതി. ഇനി അടുത്ത സ്ഥലം അടുത്ത പറയില്ലേ അടുത്ത സ്ഥലത്ത് പോയി കാണിച്ചു. ഓക്കെ ഗായ്സ്, അപ്പം അടുത്ത സ്ഥലം കാണാം. അവിടെ എത്ര ആൾക്കാരായി. ആൾക്കാർ വരാനുള്ള സമയമാവുന്നേ ഉള്ളൂ. എഴുന്നൊക്കെ തിന്നണം. എനിക്ക് തിന്നണ്ടി, പക്ഷെ തിന്നാനുള്ള സമയമില്ല. ഓഫ് റോഡാണ്, കുറച്ച് ഡൗൺ റോഡാണ്. നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു ഗായ്സ്. എന്താ അറിയോ, അല്ല ചിലപ്പോ വിസിറ്റ് ചെയ്യുന്നാണെങ്കിലോ അങ്ങനെയും വായിക്കാതെ. കാട്ടില് നല്ല തണുപ്പ് കൊണ്ട് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. റൂമൊന്ന് വിളിച്ചിക്കണേ റൂമിൻ്റെ ആൾക്കാർ. ഞങ്ങൾ ലേറ്റായി ഓടിക്കച്ച് പോവുകയാണ്. രാവിലെ ട്രിപ്പ് പോകുമ്പോൾ നല്ല സുഖമായിരിക്കും ബൈക്ക് റൈഡ്. ട്രിപ്പ് എന്നും ട്രിപ്പ് വേണം തോന്നും. ഈ നട്ടുച്ച കുന്തേരി വെയിലത്ത് റൂമും വെക്കേറ്റ് ചെയ്ത് ട്രോളിയും ബാഗും ലഗേജും ആയിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞതാ, 2 ബാഗ്, അതായത് സ്കൂൾ ബാഗ് എടുത്തിട്ട് ട്രാവൽ ബാഗ് എടുത്താൽ മതി പറഞ്ഞതാ. ട്രോളി എടുത്ത് 2 ബാഗ്, പിന്നെ അല്ലാണ്ട് ഹാൻഡ് ബാഗ് 2 ഹാൻഡ് ബാഗ് എടുത്ത്
എന്നിട്ട് അതിന് കിട്ടോ ഓർമ്മ രണ്ടുപേരൊക്കെ ഒരു പ്രശ്നം തോളിട്ട് ഇങ്ങനെ സത്യം. നിങ്ങൾ ട്രിപ്പ് പോകുമ്പോ ട്രാവൽ ബാഗ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, ട്രോളി എടുക്കാണ്ടിരിക്കുക. അതെ, 2-3 ഷർട്ട് എടുക്കുക, 2 പാന്റ് എടുക്കുക. പ്രത്യേകിച്ച് ബീച്ച് സൈഡിലേക്ക് പോകുമ്പോ ട്രോളി എന്തായാലും എടുക്കാണ്ടിരിക്കുക. കാരണം ബീച്ചിനടുത്തുള്ള റൂമൊക്കെ റിസോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വീട് നാളെ വരെ നടന്ന് കഴിഞ്ഞിട്ട് ആ ട്രോളി കൈ പിടിച്ച് പോകണം. 1 മണിയാകുമ്പോൾ ബൈക്ക് എടുക്കണം. അപ്പൊ 12:45. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടി റിട്ടേൺ കൊടുത്ത് ഇനി നമുക്ക് ഇവിടുന്ന് ആധാർ കാർഡ് വാങ്ങണം. ഇനി എവിടെ പേപ്പർ കൊടുത്തു. ഇതിലെവിടെ ഇതാരെയും കാണാത്തുണ്ടോ? ഫുൾ ഡാർക്ക് അടിക്കുന്നു. ഇവിടെ വെളിച്ചല്ല. എന്താ ഇതിൽ ചാർജ് ഇല്ല? കുത്തിയിട്ടില്ല. നമ്മളങ്ങനെ ബൈക്കും എടുത്ത് ബൈക്കും എടുത്ത് കായ്സനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബസ് പിടിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതെ, അതിനോട് ഞങ്ങൾ ഗോവയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ 5 ബീച്ചാണ് മെയിനായിട്ട് ഗോകർണെ കാണാൻ. മുന്നോട്ട് നടക്കണ്ടി സൈഡ് പ്രൊഫൈലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗോകർണെ മെയിനായിട്ട് 5 ബീച്ചാണ്. പിന്നെ കുറെ സ്പോട്ടുകളുണ്ട്. പക്ഷെ അതായത് ഗോകർണേന്ന് ഓരോ സ്ഥലത്ത് 40-50 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോയത് യാന കേവ്സ് അത് അടിപൊളിയായിരുന്നു. സത്യം അടിപൊളി എക്സ്പീരിയൻസ്. അങ്ങോട്ട് പോണ വയ്യൂലേ? അത് 50 കിലോമീറ്റർ പോയാലും വെർത്താണ്. അതെ, അതിനുള്ളതുണ്ട്. പിന്നെ ഉള്ളത് മെയിൻ ബീച്ച് പറയുന്നത് ഹോം ബീച്ച്. ഹോം അല്ല കേട്ടോ, ഹോം. പിന്നെ പാരഡൈസ് ബീച്ച്, കടൽ ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്. ഇതൊക്കെയാണ് മെയിൻ ബീച്ചുകളുള്ള. പിന്നെ കുറെ വാട്ടർഫാൾസ് ഒക്കെ കാണാനുണ്ട്. പിന്നെ ഈ വെയിലത്ത് ഇതുകൊണ്ട് വെള്ളം പറ്റിയിട്ടുണ്ടാവും. കുറെ ഒരുവിധം എല്ലായിടത്തും വെള്ളം പറ്റിക്കണം. ഒരുപാടൊന്നും പറ്റിയില്ല, കുറച്ചുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പോകേണ്ട ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആക്കി. ഇവിടെയും ഗോവയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ അത്യാവശ്യം ശാന്തമായി വന്നിരിക്കാൻ പറ്റുന്ന അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പാർട്ടി വൈബൊന്നും അല്ലാത്ത സ്ഥലമാണ്. അതിനിവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഗോവ ആകുമ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള പാർട്ടി ഉണ്ട് കഫേകളിലൊക്കെ. ഓവർ ക്രൗഡായിരിക്കും ഗോവയിലൊക്കെ. അപ്പൊ അതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ പാർട്ടി പരിപാടിയൊക്കെ ആണെങ്കിൽ ഗോവ പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നല്ല വെയിലുണ്ട്. ഒരു ഐസ്ക്രീം വാങ്ങാൻ കേട്ടോ. നമുക്കൊരു ഐസ്ക്രീം വാങ്ങിയിട്ട് അവൻ തിന്ന് പോവാം. രമണി ഒരു മറ്റേ ഇത് ചോക്കോബാറിന്റെ അല്ലെ കോണ് വാങ്ങിയേ? അതല്ല, ഒരു നട്ട്സ് ഉള്ളതല്ലേ ചോക്കോബാർ? നമുക്ക് ഈറ്റാന്ന് വാങ്ങിയാലോ? ഈ ബൈറ്റ്സ് എനിക്ക് എത്ര എണ്ണം വേണോ? ഗ്രീൻ ആപ്പിൾ ഇല്ല. ഗ്രീൻ ആപ്പിൾ ഇല്ല. ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ. അതേതാ? ഡോണറ്റ് ഫ്ലേവർ. ഈ ഐസ്ക്രീം ഡോണറ്റ് ആണ്. അടുത്തൊന്ന് ട്രൈ ചെയ്യാം. ഗ്രീൻ ആപ്പിൾ ആകുമ്പോ കുറച്ച് റീഫ്രഷ് ആവും. അത്ര കൈ പിടിച്ചത് അലിഞ്ഞോ? ഇത് ഐസ്ക്രീമാ. ആ ഗ്രീൻ ആപ്പിൾ ഇത് നല്ല രസമുണ്ട്. ഭയ്യ എത്ര? How much ഭയ്യ? 140. ട്രോളി ആരും ഉണ്ടോയോ?
ഫോൺ എവിടെ തേക്കാരോ സമയം പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഡോണറ്റിൻ്റെ ആയിരുന്നു ഐസ്ക്രീം 40. ഐസ്ക്രീം എടുത്തില്ലേ രസം കേട്ടോ എന്റെ നഖം നോക്ക് ഇതെന്താ കൊത്താൻ പോയ പോലെ ആയിപ്പോയത് ആ രസമുണ്ട് മറ്റേ പൊട്ടിക്ക് ഐസ്ക്രീം നല്ലൊരു സുഖല്ലേ ഉണ്ടാ ഞാൻ പിടിക്കാം എടാ അത് ഇമെയിൽ ഇട്ടോ അതുകൂടി ഇമെയിൽ വെച്ചോ ഇതിൽ കയറിയാലോ എടുത്തേക്കൂ ഗ്രീനാപ്പിള അടുത്ത നമുക്ക് ഗ്രീൻ ആപ്പിൾ ട്രൈ ചെയ്യാം കുഞ്ഞ് ഇതാണ് ഗ്രീൻ ആപ്പിൾ എന്നത് എടുത്തോ ഞാൻ പൊട്ടിച്ചേരാം എടുത്തിട്ടൊക്കെ തന്നെ കിട്ടുന്നത് ഓക്കെ നമുക്ക് പൊട്ടിക്കാം അതിനെ ചീത്തറിനാണോ എനിക്കറിയില്ല കന്നഡയിൽ കൊത്തിക്കുന്നു എന്തായാലും ഈ അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ബൈക്കിൽ ചോദിച്ചിട്ട് 1200 റുപ്യ എനിക്ക് തോന്നുന്നു ഇതുപോലെ ബിസിനസ് ഐഡിയ നാടെ ഞങ്ങൾ 800 കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത് അപ്പോൾ ഇവിടെ 1200 ഇപ്പം ഞങ്ങൾ അവിടെ തന്നെ പോയി എടുത്ത് വില എടുത്ത് ആകെ ഈ ഒരു ബൈക്കും ഉള്ളു അപ്പം ഇത് ചിലപ്പോൾ വല്ല ബിസിനസ് ഐഡിയ ആയിരിക്കും അത് അല്ല അതിൻ്റെ അകത്ത് കുറച്ചുകൂടി നീ വരൂ ഇതാണ് ഇവിടുത്തെ എന്തെങ്കിലും പറയാ നമ്പൂരിമാർ അല്ല നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണല്ലേ മൊട്ടടിച്ച് ബേക്കിൽ മാത്രം മുടി ഇങ്ങനെ തൂക്കിയിട്ട് ആ ഇതാ ഇവിടുത്തെ ഗവൺമെന്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ അബദ്ധം പറ്റി ഇങ്ങോട്ട് വരുമ്പോ ഓട്ടോ വിളിച്ച് 300 റുപ്യ അതന്നെ അബദ്ധം എന്റെ ബസ് കൊടുക്കാൻ പൈസ ഉണ്ടോ അത് മതിയാകും ഇവിടുന്ന് അങ്ങോട്ട് 10 കിലോമീറ്ററിന് ഞമ്മ രണ്ടാക്കത് മതിയാകുമോ ഇവിടുത്തെ ജൈവ പച്ചക്കറി ആയിക്കല്ലോ ഒരു കരിക്ക് കുടിക്കണം വിചാരിച്ചിനു ഇനി പള്ള സല്ല ഇവിടെ എല്ലായിടത്തും കരിക്കയ്ക്ക് തോന്നുന്നു കേരളത്തിലേക്ക് കയറ്റല്ലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റില്ലാന്നാ നമ്മളിവിടുത്തെ ഗവൺമെന്റ് ബസ് കയറാൻ പോവാണ് ഇവിടെ NWKRTC എന്നാണ് ഇവിടുത്തെ പേര് എടാ ആടെ ഒരു ഹോട്ടലിലാന്ന് ഫുഡ് കഴിച്ചിട്ട് പോണോ എടാ പന്നി നോക്കടാ റോഡ് കൂടി പന്നി ചിട്ടൂന്റെ അത്രേ ഉള്ളൂ ഇതൊക്കെ തിന്നുമ്പോ റിഫ്രഷിങ് മോഡ് ഓണാവും എന്താ ഇനി എന്താ പറയണേ ഇനിയിപ്പോ മെയിൻ ബീച്ച് പോകുക ഫുഡ് കഴിക്കാന് ഇവിടെ പോയി കഴിക്കാം എന്തായാലും ഇപ്പൊ എന്തായാലും 1:30 ആവും എന്നാലും നമ്മൾ ട്രെയിനിൽ അങ്ങ് പോയാ പോരെ ഓ ഇതിൻ്റെ ഉള്ളിൽ കയറിയൊരു സ്വർഗം അമ്മച്ചി എന്നെ കണ്ടു വിചാരിച്ച് ഞാൻ കയറുകയാണ് ഇനി അമ്മച്ചിനെ പറ്റിച്ച് അതിലെങ്ങനെ കയറി അവിടെ ദോശയൊക്കെ ഉള്ളു അമ്മ ഇവിടെ കയറാം
നിങ്ങൾ ഇവിടുന്ന് ആട്ടുള്ള പൈസ ഒന്ന് ചോദിച്ചു നോക്കിയാലോ വെറുതെ. റെയിൽവേ സ്റ്റേഷൻ. വാ ഫുഡ് കഴിക്കാം. എന്താ പറഞ്ഞ? ആ ഓ ഇത് പ്യൂർ വെജാ. ഒരു സുഖം. ഇനി ഇവിടുന്ന് മറ്റേ ഇത് തിന്നു. എനിക്ക് മറ്റേ എന്താ എന്തോ സാധനല്ലേ, തൈര് സാദോ ഡാൽ എന്തോ ഒരു ദാല് കയ്യൊക്കെ അല്ലേ. നമ്മൾ ഐസ്ക്രീം അലിഞ്ഞു പോകൂലേ? കൈ വരാം. നല്ല മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിൽ രസം, അവിയലൊക്കെ ഉണ്ടെങ്കിൽ രസം കിട്ടേ. കൂട്ടുകറിയൊക്കെ ഉണ്ടാവും വയ്ക്കും. ഇവിടെ എന്തോ പച്ചരി ചോറും ഇതൊക്കെ കേട്ടോ. ഇവൻ ചോറ് നോക്കി ലീലേക്ക് എടുത്ത് ഞാൻ തിന്ന മണ്ടനി ചമ്മി സമ്മതിക്കണം. ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നിട്ട് ഇവര് എന്റെ കൂടെ തിന്ന ചപ്പാത്തി തന്നാണ്. ഇത് പുറത്തെടുത്ത് വെക്കും, എല്ലാ സാധനം പുറത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി തിന്നണം. ഞാൻ ഇല്ല അതിനെന്താക്കൂ നോക്കൂ. ഓന് കേസരി ഇതാ റവ കേസരി കണ്ടോ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണോ? അതാ ഞാൻ പറഞ്ഞേ. ഞാൻ എല്ലാവരെയും ഇതാക്കാനും നിങ്ങൾ ആലോചിച്ച് നോക്കിയൊന്ന്. ഓൻ്റെ ലൈഫ് ഫുൾ ഓഫ് മണ്ടത്തരം നിറഞ്ഞു പോയാലും. എന്ത് കേസരി നല്ല രസം കിട്ടും തിന്നാന്. ഇതെന്താ മൊളിയിക്കാ? എന്താ കർമ്മ അതല്ല ഇനി ഉദ്ദേശിച്ചേ. ചപ്പാത്തി നല്ല ചപ്പാത്തി ഇട്ടോ. അത് ഇതാണ് പപ്പടം ഇവിടുത്തെ. നമ്മ ചോറുന്ന അങ്ങനെ മിക്സ് ആക്കി നല്ല ഉദ്ദേശിച്ചേ. ഇതൊക്കെ പുറത്തെടുത്ത് വെക്ക്. എന്തും കറിയാ നോക്കാം. അത് പരിപ്പും കൂട്ടാനാ. ഇവിടുത്തെ പരിപ്പ്. ആ ഇവിടെ വെജിൽ കയറിയിട്ട് മീൻകറിയോ? സാമ്പാറാണിത് ഇവിടുത്തെ. ഇതാണ് മേക്ക് വരട്ടി. നല്ലോണം മേക്ക് ഇട്ടാ വരട്ടി. ഏതായാലും ഇത് വഴുതനന്റെ മേക്ക് വരട്ടി. ഇത് നോക്കട്ടെ. ഇല്ല ചീരൊക്കെ കരച്ചെന്തോ ഒരു കറിയാ. നല്ല രസമുണ്ടാവും തിന്നാൻ. നാരങ്ങച്ചാറും അല്ല മാങ്ങച്ചാറും. ഇതെന്താ മുരിങ്ങൻ്റെ ഇലക്കറിയോ? അത് മറ്റേ മല്ലിച്ചപ്പ. ഇത് പൊരിഞ്ഞില്ല. ഇനി നമുക്ക് തിന്നിടുകയാണ് ഗൈസ്. ഡ്രൈവർമാരെ
യൂണിഫോം ഇതായി പിങ്ക് കളർ. നമ്മുടെ നാട്ടിലത്തെ കാപ്പിയല്ല ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അള്ളി ചീത്ത മൂന്ന് ഡോറ്, ഒന്ന് ഫ്രണ്ടിലോ ഒന്ന് നടുവിലോ. ബേക്കില്ലേ അത് ശരിക്കും ഇങ്ങനെ ഫ്രണ്ടിൽ നടുവില് ഡോറാക്കുന്നത് നല്ല വേഗം നാട്ടിൽ അതോ ആധാർ കാർഡില്ല ആധാർ കാർഡ് ഇതാണ് നമ്മളെ കണ്ടക്ടർ. ഭയ്യ ഹായ് ഹായ് ഹായ്. പ്രിന്റ് വരുന്നില്ല. പ്രിന്റോ ചൂടിലോ? ആ നമുക്ക് ഇവിടുത്തെ ബസ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം ഗായ്സ്. ഐസ്ക്രീം ഉണ്ട് നമ്മൾക്ക്. ബാക്കി വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ നന്മയുള്ള ലോകമേ. ടിപ്പ് കൊടുത്തു ബാക്കി 4 റുപ്യ കണ്ടക്ടർക്ക്. 5 റുപ്യ പിന്നെ 1 റുപ്യ കടക്കാറുണ്ട്. അതിലും നല്ലത് 4 റുപ്യ ദാനം ചെയ്തെന്ന് പറയാം. ഓർമ്മിപ്പിക്കും. മൂപ്പർ എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ല. മൂപ്പർക്ക് ആക്ച്വലി ഹിന്ദി അറിയൂല. അപ്പോ കന്നഡ അറിയാം. കന്നഡ നമുക്കൊരു എനിക്ക് ആകെ അറിയുന്നത് നന്ന കൂടാതെ ഇത്ര അതിവിടെ പറഞ്ഞ എനിക്ക് തല്ലുള്ളൂ. ഒരു പറഞ്ഞ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തൂല, നീ കുറച്ച് ദൂരത്ത് നിർത്തി തരൂ, അവിടെ നിന്ന് നടന്നു പോയിക്കോ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിപേ ഇല്ല എന്നുള്ളവർ പറയുന്നത് ആധാർ കാർഡ് നെയ്യുന്നു. കേട്ടെന്ന് വെച്ചല്ലേ കാരണം രണ്ടാളും ഒരുമിച്ച് കേൾക്കൂലല്ലോ. ഞാൻ ഫോണിൽ ഇങ്ങനെ വീഡിയോ കണ്ട പോലെ പറഞ്ഞ ആധാർ കാർഡ് നെയ്യാതെ. ഞാൻ വിചാരിച്ചു ഇവിടെ ബസ് ടിക്കറ്റ് ഇട്ടാണ് ആധാർ കാർഡ് കൊടുക്കേണ്ടി വരുമെന്ന്. ചിലതെന്തോ ഇതുണ്ടാകാൻ മതി. നമ്മളെ കണ്ട ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നില്ലല്ലേ. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ചിലവർക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഫ്രീ യാത്ര സ്ത്രീകൾക്കൊക്കെ ബസ്സിലൊക്കെ ഫ്രീ വലിയ പൈസ കൊടുക്കണ്ട. ടിക്കറ്റ് എടുത്തില്ല ഇവിടെ അല്ലേ തമിഴ്നാട്ടിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല ആധാർ കാർഡ് കൊടുത്താല് 36 എന്നുള്ളത് വല്ല 10 6 കാർഡ് കിട്ടും വിചാരിച്ചു. എന്നോട് ആധാർ കാർഡില്ല എന്റെ ബാഗിൽ എന്താ പറയുക ഇപ്പോഴും മനസ്സിലായി. ആധാർ കാർഡ് സംഭവം ജിപേ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞെടുക്കണം. എനിക്ക് പൊന്നെ ഈ ചൂടത്ത് ഞങ്ങൾ ഐസ്ക്രീം കൊണ്ട് റീഫ്രഷോ. ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അവിടുത്തെ ഒരു മീലിന് 170. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ഹോട്ടലാണ്. വൃത്തിയുള്ള ചോറും നല്ല രസമുണ്ട്. പക്ഷെ അധികം തിന്നാൻ പറ്റൂല, തലക്ക് പിടിക്കും. ഞങ്ങൾക്ക് ഐസ്ക്രീം കൂടി തിന്നാനുള്ളതുകൊണ്ട് ഇതില് കുത്തിയിരുന്നിട്ട് ചൂടെടുത്തിട്ട് എന്തൊക്കെ തല വെറുതെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല വീഡിയോ എടുക്കുന്നത്. അണ്ണി ആ കൊറേ സമയം ഇങ്ങനെ നോക്കണം. അപ്പൊ ഞാൻ അണ്ണിനെ കാണിക്കായിട്ട് വിഷമം ഉണ്ടാക്കിട്ട് ഞാൻ വിളിച്ചേ. അണ്ണിന്നാണോ വിളിക്കോലെ? പിന്നെ എന്തെന്ന് വിളിച്ചാല് അണ്ണനും അണ്ണിയോ തമിഴ്നാട്ടിലല്ല അണ്ണൻ വിളിക്കല്. ഇവിടെയൊക്കെ എന്താണ് തങ്കച്ചിന്ന് വിളിച്ചാല് ഞാൻ ഓരോ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തമിഴ്നാട്ടിലല്ല എങ്ങനെ വിളിക്കും? എന്നാലും നമുക്ക് ഒന്ന് വിളിക്കാൻ നമുക്ക് ഐസ്ക്രീം വന്നാ പുതിയ ബാഗ് സുഹൃത്തുക്കളെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. ബസ് കയറി. ആണോ? ആ ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. ഈ ചേച്ചി ഇവിടെ ഇറങ്ങാൻ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ ചേച്ചി എണീറ്റ് പോല. നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. ഇതൊരു അമ്പലമാണ് ഗൈസ്. ഇവിടെ ഭജനന്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക്.
നടക്കുകയാണ്. യെസ് 1 കിലോമീറ്റർ. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നമുക്ക് ആൽമരത്തിൻ്റെ ചോദിക്കാം. അപ്പം അങ്ങനെ പ്രശ്നമില്ല, ടൈമിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഏതാ വണ്ടി റിട്ടേൺ കൊടുക്കുമ്പോഴും ടൈമിൻ്റെ പ്രശ്നം. അതെ, അപ്പം സമാധാനത്തിൽ ആടെ ഇരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടത്തിലൊക്കെ ഇരിക്കും, അവിടെ ഇരിക്കും. പിന്നെ ആടെ ചീത്ത പറയുന്നവരെ എവിടെ ആണെങ്കിലും ഇരിക്കാം. അതെ, പിന്നെ 1 കിലോമീറ്റർ വരെ ഇപ്പം പ്രശ്നമില്ല, വെയിലാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ രണ്ടാളെയും കൂടെ നടക്കാൻ പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ട്രോളിങ് കുടിക്കുന്നുണ്ടോ? ആടാ ആദ്യം അമ്പലം കണ്ടപ്പോൾ വീടാണ്. സത്യ സൈഡിൽ നിന്നൊക്കെ വീട് പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ആ ഭജനന്റെ ആ മണിയാടി കേട്ടോ, ആൽമര തന്നെയാണിത്. അതിന്റെ ആലില കണ്ടില്ലേ? ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇവിടെ എന്തോ ഒരു ഇത് എഴുതി വെച്ചൊക്കെ കാണുന്നു. ആ ഇതെന്തോ ദൈവത്തിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അമ്പലത്തിലേക്ക് വരുന്ന വണ്ടികൾക്ക് നിർത്താനുള്ള പാർക്കിംഗാണ്. അങ്ങനെയാണ് കന്നഡയിൽ വായിക്കുക. ചെറുതായിട്ട് പഠിച്ചു. ഓ ശരി, കന്നഡ. അമ്പലത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ. ആ ശരി, കന്നഡ തന്നെ ഒന്ന് വായിക്കേ. കന്നഡ അങ്ങനെ വായിക്കുക. കന്നഡ ഒരു കമാലളച്ചെന്ന് മംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇതാണ്. കന്നഡാളയം, കന്നഡയാളം, അല്ലെ കാമാലയോ ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലോ. അതെ അതെ, പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കണം. അല്ല ഉപയോഗിക്കല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ച് നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം. ഫോട്ടോ എടുക്കാൻ അരമണിക്കൂർ നടക്കാണ്ടായിട്ട് എന്നോട് ബസ് ഇറങ്ങി 2 മിനിറ്റ് നടക്കണം പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നേ. അപ്പോഴാണ് ഇതിൻ്റെ ബോർഡെങ്കിലും കണ്ടു തുടങ്ങി. ആ ഓട്ടോ എത്തുന്ന നിങ്ങൾ ആരോ കാണുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഉള്ളോട്ട് കയറി പോണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ഹെൽത്തി ബോഡിയൊക്കെ വേണമെങ്കിൽ കുറച്ച് നടക്കണം, വർക്കൗട്ട് ചെയ്യണം. ഇനി അതൊന്നും ചെയ്യലില്ല. അതുകൊണ്ട് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യലെന്ന് പറഞ്ഞാ ഞാൻ ഒന്നുമില്ല, ഡെയിലി കളിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇത് ജിമ്മിന് പോകേണ്ടത് നോമ്പായതുകൊണ്ട് ലീവായിരുന്നു. ഇനി ഒന്നുകൂടി അഡ്മിഷൻ എടുക്കും. ഞാൻ പോകുന്നുണ്ട്. 79 കിലോ ഉണ്ടായി, ഇപ്പം 69 കിലോ. 10 കിലോ നോമ്പ് പോയിക്കാണ്ട് ഞാൻ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടാ. എനിക്ക് കുറയ്ക്കാൻ ഒന്നും ചെയ്യണ്ട. ജിം ഒഴിവാക്കിയാൽ മതി. ജിം ഒഴിവാക്കണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി കുറയും. എൻ്റെ ബോഡി ഒന്നും എനിക്ക് അറിയാൻ പാടില്ലല്ലോ. ഭാഗ്യവാനേ. എത്ര ഫുഡ് കഴിച്ചാലും എൻ്റെ ശരീരം തട്ടിയത്. ഈ ഫുഡ് കഴിക്കാമല്ലോ. പക്ഷെ ഇഷ്ടപ്പെട്ട എന്തോരം ഫുഡ് ഞാൻ കഴിക്കാനുണ്ട്. പക്ഷെ എല്ലാം ബാക്കിയാക്കില്ല. അങ്ങനെ ബാക്കിയാക്കിയാലും മെലിയും, അല്ല തടിയുമ്പോ പിടിക്കൂല. അല്ല, എനിക്ക് വേണ്ടേ ഞാൻ കഴിക്കാൻ. ഓട്ടോ പോകാണ്ട് കൊതിയാവുന്നു. ആൾക്കാർ താമസിക്കുന്നുണ്ട്. ചെയ്തിട്ടില്ലല്ലോ. പിന്നല്ലാണ്ട് പോയിക്കേ. ഇനി എന്താ പറയുന്നത്? ഇനി അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ല. ഈ തന്നെ പുറത്ത് പോയിട്ടില്ല. ഇത് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമായിരിക്കും ഇവിടെയുള്ള പണിക്കാർക്ക്. അല്ല, അത് പോട്ടെ, ഇതെന്തെങ്കിലും ആവട്ടെ. ഇവിടെ ആൾക്കാർ ഇങ്ങനത്തെ ഷെഡ് കെട്ടി എന്തോ ആൾക്കാർ അതുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു പണിക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണോ? കണ്ടോ, അതിൻ്റെ ഉള്ളിലൊന്നും ഫുഡ് നോക്കി ഈ സ്ഥലം മിണ്ടരുത്. ആ ഡയലോഗ് ഇഞ്ഞടിക്കരുത്. നല്ല ബേക്കിൽ ഉണ്ടാക്കില്ല ബേക്കിൽ വരാനുള്ള സ്ഥലം ഉണ്ട്. ഞാൻ കയറുമായിരുന്നു. ചോട്ട് അതിലും ചോട്ട്.
കറക്റ്റ് അതിൽ കൊണ്ടുപോയി ചവിട്ടിക്കുന്നത്. അപ്പം എനിക്ക് കണ്ണൊന്നും കാണില്ല, എന്നിട്ട് പറയാണ്ടൊക്കെ പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ പറയാം ആരോഗ്യം ഉണ്ടാവില്ല പറഞ്ഞ് നടക്കുക. ഓർക്ക് കണ്ണും കാണില്ല, കാലും തുറക്കുന്നില്ല. ഓ ശരി എന്നാലേ, ഓക്കെ. അന്ന് ബസ് നിറങ്ങുമ്പോ ബാഗ് ഉണ്ടാവുന്ന ഓർമ്മയല്ലേ ഇനോ? തീരെ തോന്നില്ല, കളി കണ്ടാലും മനസ്സിലാവും. തീരെ മനസ്സില്ല. ഓ ബുള്ളറ്റൊക്കെ പോകുന്ന കണ്ടിട്ട് കൊതിയാവുന്നു. ഹോസ്പിറ്റലാണ് നേരത്തെ പ്രസവിക്കാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനിൽ ഹെഡടിക്ക്. ഗായ്സ് 2 മണി തൊട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ഓക്കെ, അപ്പം ടയേർഡായി. ഇപ്പൊ സമയം എത്രയെന്നറിയോ? 6:05. ഞങ്ങൾ വെരി ട്രെയിൻ കിട്ടും വിചാരിച്ചു വന്ന. ഇനി 6:15 ട്രെയിന്. നന്നായി. എന്തൊരു കഷ്ടം, ഇതാണ് അവസ്ഥ. ഉച്ച കഴിച്ച താലിമല ഒന്നും കഴിച്ചില്ല. താലി ഞാൻ പറയാ മീൽസ് അല്ലേ? മീനൊക്കെ മറ്റേ റവനെ കൊണ്ട് പിടിച്ചിട്ട് ഫ്രൈ ആക്കിയത്. അവിടെയൊക്കെ മീൻ അങ്ങനെ ഫ്രൈ റവ ഉണ്ടോ? നമുക്ക് മഴക്കാമല്ലോ ഇറങ്ങണ്ടേ? 16 ഇത് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ. നമ്മൾ കാണുന്ന നമ്മളെ ട്രെയിൻ വന്ന്. എൻ്റെ ഉമ്മ, ഈ ചങ്ങായിത്തെ പ്രാന്തുണ്ടോന്? എൻ്റെ അമ്മേരെ സൂചി കുത്താനുള്ള സ്ഥലമല്ല. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാ. സൂചി കുത്താൻ സ്ഥലമില്ലെങ്കിലും ഞങ്ങൾ നിർത്ത 2 മണിക്കൂർ നിൽക്കണം. ക്ഷമക്കൊന്നും പ്രശ്നമല്ല. 2 മണിക്കൂർ സിനിമ കാണുന്ന സമയം. പക്ഷെ കമ്പനി അടിക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തുമ്പോക്ക് ക്ഷീണിതരാവൂലായിരിക്കും. ബിഗ് ഫാൻ. നെയ്മ് അറിയില്ല. നിങ്ങളെ നാട്ടിലെവിടാ? ബാംഗ്ലൂർ. Goa sir? Where are you going? Mumbai sir. Okay, Mumbai. नाम क्या है आपका? नाम क्या है? नाम नूर खान.
बाय बाय बोल बोल सब्सक्राइब करो लाइक करो कमेंट करो बोल ओके सब्सक्राइब करूंगा कमेंट करूंगा और आप नहीं लोगों से बोलो पूरा फ्रेंड लोग को बोलता हूँ तो सब्सक्राइब करो लाइक करो शेयर करो कमेंट करो और चैनल नेम क्या है मेरा चैनल नेम मेरा नाम मिस्री हाँ ओके अपना चैनल दे दो मुझे ओके मुझे दे दो आपको लाइक करूंगा ना इब्राहिम അങ്ങനെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ് ബൈ ഓക്കെ ബൈ ഇനി കാലിക്കറ്റ് വരും കേട്ടോ എല്ലാരും കാലിക്കറ്റ് വരും നമുക്ക് ബീച്ചിൽ നിന്ന് പൊളിക്കാം ഓക്കെ ബൈ 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 ശരി നമ്മൾ മണക്കാറെത്തി ഇവിടുന്ന് ഞങ്ങൾക്ക് അടുത്ത ഗോവക്ക് കയറണം എപ്പോഴാ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഇവിടെ അമ്പത് കൊടുത്തായിരിക്കാം പ്രീപെയ്ഡ് ടാക്സി കൊണ്ടോ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ഇതൊക്കെ വെജ് തന്നെയാണല്ലോ എന്താ ഇവിടെ ഇത്ര തിരക്ക് വെക്കേഷൻ സ്റ്റാർട്ടായില്ലല്ലോ എന്തിൻ്റെ ആടാ ഓ ഡയമണ്ടിൻ്റെ ആട് നല്ല രസമുണ്ട് ആ വെജാ ഇവിടെ ഗ്യാസിലായിട്ട് ഇത് പൂട്ടി ഇത് വെജല്ലാത്ത ഇതൊക്കെ തേങ്ങന്റെ കുപ്പി ഇത് തേങ്ങ കുപ്പി അടുത്ത ഡ്രൈവറിന്റെ ഗ്യാപ്പിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഇത് ചിക്കൻ നൂഡിൽസ് അല്ലേ ചിക്കനാടാ നമ്മൾ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടുന്നതിന് പകരം അമ്മമാര് ഫ്ലക്സ് തന്നെ അടിച്ച് കൊടുത്തിക്കണ് സ്നേഹനിധികളായ ഫ്രണ്ട്സ് ഇങ്ങനെ അയക്കണം ഫ്രണ്ട്സുകളായാല് ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ പേരൊന്നും കൊടുത്തില്ല അതുപോലെ പേരില്ലല്ലോ 2 ബൊക്കെയൊക്കെ ഉണ്ട് 2 സൈഡിലും വേറൊന്നും വിചാരിക്കും എന്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്